ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ എപ്പോ നോക്കിയാലും ഈ തീറ്റയുടെ കാര്യമുള്ളൂ തണ്ടി. അറേബ്യൻ ഫുഡ് കഴിക്കണം. ഓ മുടിഞ്ഞ ചൊറിച്ചില്. ഒരു മുസ്ലിം പേര് അല്ലെങ്കിൽ ഒരു അറബിക് പേര് അവിടെ വന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ അങ്ങനെ ചൊറിച്ചിലാണ്. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? ആരോഗ്യത്തിന് വളരെ നല്ലതാ. ഈ അറബികളുണ്ടല്ലോ അവർ ഇതാ കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറിന്നോളാം. ഇതെന്താ മറ്റേ ഷവർമ ജിഹാദാണോ അടുത്തത് നിങ്ങളെ പ്ലാൻ? ചുമ്മാ തന്റെ നാട് ഒന്നാമത്തത് ഓരോരോ നിയമങ്ങൾ പറയുമ്പോൾ ഞെട്ടരുത്, കേട്ടോളി. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. ഓ അത് അങ്ങനെ ഒരു മന്ദബുദ്ധി. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അതാണ് ഷവർമന്റെ പേരിൽ വർമ്മനെ കയറ്റി കഴിഞ്ഞാലേ കുറച്ചൊരു ബൂസ്റ്റ് കിട്ടുള്ളൂ. അവിടെ എരിവും പുകച്ചിലൊക്കെ കിട്ടണമെങ്കിൽ. എന്തുവാടേ ഇത്? ഞാൻ പൊതുവെ ഒരു തത്വം പറഞ്ഞല്ലേ. ഇയാൾ കൂടെ തത്വം ഒന്നും പറയണ്ട, മര്യാദ അവിടെ കാണാൻ പോയിരുന്നേ. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, എന്റെ ദൈവമേ, ദേവരും നടത്ത പുലിവാലി. അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല. സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. ഇവൻ മഹാ തെണ്ടി തന്നെ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. തനി രാവണൻ 10 തലയായവന്. ഇവനെ പോലത്തെ വിഷജന്തുക്കള് താൻ എന്താണല്ലോ പറഞ്ഞത്? എന്റെ കയ്യിൽ നിന്ന് പോയിടോ. നമ്മുടെ നാട്ടിൽ വന്ന് ഇമ്മാതിരി വിഷ സംസാരം സംസാരിക്കുമ്പോൾ അതിനെ കൈയടിച്ചിരിക്കുന്ന ഒരു കൂട്ടം മലങ്ങളാ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. എന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്റെ ഈ കക്കൂസ് വാ കൊണ്ട് ചളബള ഓരോന്ന് വിളിച്ചു പോരുന്നു. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. എന്തുകൊണ്ടങ്ങനായി? നിന്റെ കഴിവുകേട് കൊണ്ട്. ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. അതെ, നമ്മുടെ വീട്ടിലെ ദിവസവും ഇത് തന്നെയാണോ? ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? ഇത് കേട്ട് കൈയടിക്കുന്ന പരമസാധുക്കളായിട്ടുള്ള സംഖ്യകളെ നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. അളിയാ, ഞാൻ ആത്മാർത്ഥത കൊണ്ടാ പറയുന്നത്. എന്താ അളിയാ ഇങ്ങനൊക്കെ പറയുന്നേ? സഹദേവനളി എന്റെ ആത്മാർത്ഥത്തെ കുറിച്ച് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു കേൾപ്പിക്കണം. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ